ഈശോയെ സുവിശേഷാത്മകമായി തൻ്റെ ജീവിതത്തിൽ സാംശീകരിച്ച ഈശോയുടെ നിസ്സാരതയും ശൂന്യവൽക്കരണവും അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊണ്ട ഒരു വിശുദ്ധനാണ് അസീസിയിലെ ഫ്രാൻസിസ്. തൻ്റെ സമ്പന്നതയുടെ പശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ നിസ്സാരതയുടെ ശൂന്യവൽക്കരണത്തിൻ്റെ ജീവിത രീതി ഉൾക്കൊണ്ടവനായിരുന്നു അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. ഓരോ ക്രൈസ്തവനും തൻ്റെ ജീവിതത്തിൽ എത്രമാത്രം നിസ്സാരനാകേണ്ടതുണ്ട് എന്ന് വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയായിരുന്നു. ക്രിസ്തുവിൻ്റെ ശൂന്യവൽക്കരണം ഉൾക്കൊണ്ടുകൊണ്ട് നിസ്സാരനായി ജീവിക്കുക എന്നാൽ ഒരുപക്ഷെ സമ്പത്തിനിടയിലും സൗധങ്ങൾക്കിടയിലും നമുക്ക് നിസ്സാരരായി തീരാൻ സാധിക്കുമെന്ന് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിലെ കൊട്ടാരത്തിൽ ജീവിച്ചപ്പോഴും ആ നിസ്സാരതയോടെ ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നമ്മുടെയും ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ആ നിസ്സാരത ശൂന്യവൽക്കരണം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നതാണ് അസീസിയിലെ ഫ്രാൻസിസ് നമ്മെ ഓർമ്മപ്പെടുത്തുക. ഒന്നുമില്ലാത്തവനായി തീർന്ന ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് ഫ്രാൻസിസ് സകലതും ഉപേക്ഷിച്ചു. നിസ്സാരരിൽ നിസ്സാരനായി തീർന്നു. മരണ സമയമെടുത്തപ്പോൾ ഏലിയ സഹോദരനോട് പറഞ്ഞു, എന്നെ വസ്ത്രങ്ങളൊക്കെ അഴിച്ച് നിലത്ത് കിടത്തുക. ആ നിസ്സാരതയുടെ ക്ലൈമാക്സിലേക്ക് ഫ്രാൻസിസ് എത്തിയ നിമിഷമായിരുന്നു അത്. ഏലിയാസ് പറയുന്നു, ഇത് ഈ വസ്ത്രം ഞാൻ നിനക്ക് ദാനമായി തരുന്നു, അത് ധരിച്ച് നീ കിടക്കുക. അപ്പോൾ ഒന്നുമില്ലാത്തവനായി തീരുക എന്നതാണ് സത്യത്തിൽ ക്രിസ്തു ശിഷ്യൻ്റെ മനോഭാവം എന്ന് ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അസീസിലെ ഫ്രാൻസിസിൻ്റെ ഓർമ്മയായിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഒക്ടോബർ 4-ാം തീയതി അദ്ദേഹത്തെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്കും നമ്മൾ കൊണ്ടുവരേണ്ടത് ഈ നിസ്സാരതയാണ്. ഇന്നിൻ്റെ ഉപഭോക്തൃ സംസ്കാരത്തിൽ, വലിച്ചെറിയുന്ന സംസ്കാരത്തിൽ ഏറ്റവും മിനിമമായിട്ടുള്ളത് കൊണ്ട് സന്തോഷത്തോടെ ആനന്ദത്തോടെ ജീവിക്കാനാകുക. ഒരു ഫ്രാൻസിസ്കനെ സംബന്ധിച്ചിടത്തോളവും അതായിരിക്കണം അവൻ്റെ അടിസ്ഥാനപരമായ മനോഭാവം. ഇന്ന് വാങ്ങിക്കൂട്ടലുകളുടെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും എല്ലാം വാങ്ങിക്കൂട്ടി സ്വരുക്കൂട്ടുന്നവരായിട്ട് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഫ്രാൻസിസിൻ്റെ നിസ്സാരതയെ വിലമതിക്കുന്നവരല്ല എന്ന് തിരിച്ചറിയുക. ഫ്രാൻസിസിൻ്റെ നിസ്സാരത നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതം, ഫ്രാൻസിസ്കൻ ജീവിതം, ക്രിസ്തീയ ജീവിതം നിസ്സാരതയുടെ ജീവിതമാണെന്ന യാഥാർത്ഥ്യമാണ്. നിസ്സാരരിൽ നിസ്സാരനായി തീർന്ന ക്രിസ്തുവിനെ അനുകരിച്ച അസീസിയുടെ പാതയിലൂടെ നമുക്കും സഞ്ചരിക്കാം. സുവിശേഷാത്മകമായ നിസ്സാരത ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും നമുക്ക് കർത്താവിന് മുമ്പിൽ നിസ്സാരമാക്കാം. നെഗറ്റീവായല്ല, പോസിറ്റീവായി ഉള്ളതുകൊണ്ട് സംതൃപ്തരാകുന്ന, ഉള്ളത് പങ്കുവയ്ക്കാൻ കാണിക്കുന്ന നല്ല മനോഭാവമുള്ള വ്യക്തികളായിട്ട് നമുക്ക് മാറാം. അസീസിലെ ഫ്രാൻസിസ് നമുക്ക് പ്രചോദനമാകട്ടെ. ഫ്രാൻസിസിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും ഹൃദ്യമായി നേരുന്നു. നന്ദി.